ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ RSS എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര സംഭവമായിട്ടൊക്കെ ഭയങ്കര പേടിക്കുന്ന ഒരു ഇതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ശരിക്കും അവരെല്ലാവരും പൊഴിഞ്ഞു പോയ സിംഹങ്ങൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ ശാന്തിയുടെ പാതയിലേക്കാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇവരൊന്നും ഇങ്ങനെയൊന്നും കാണിക്കത്തില്ലായിരുന്നു. എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് കേരള ഹൈക്കോടതിയുടെ വിധിക്ക് പോലും ഒരു വിലയും കൊടുക്കാത്ത ആളുകളാണ് നമ്മുടെ ഈ ഒരു നാട്ടിലുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളത്. ഹൈക്കോടതി എന്ത് പറഞ്ഞാലും അതിനെയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇന്നലെ മെനിഞ്ഞാന്ന് നടന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീട്ടിൽ നിന്നും ചെറുപയർ പായസം വെച്ചുകൊണ്ട് പോവുകയാണ് ഒരു സ്ത്രീ. ആ ഒരു സ്ത്രീ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും സാധാരണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ നിന്നും പായസം വീട്ടിൽ കൊണ്ടുവരികയല്ലേ ചെയ്യുന്നത്. ഇത് ഞാൻ പായസം വെച്ച് അവിടേക്ക് കൊണ്ടുപോവാണ് എന്നാണ് പറയുന്നത്. എന്താണല്ലേ? എന്നിട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ പ്രഭാഷണത്തിലൊക്കെ പോയ സമയത്തിട്ടൊക്കെ പറയുന്ന പല ആചാര്യന്മാരും പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെയുള്ളത് ഒരു കുഞ്ഞി കണ്ണനാണ്, അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞിന് സന്തോഷമാവും, അതുകൊണ്ട് വെറും കൈയോടുകൂടി പോകരുത് എന്ന് പറഞ്ഞത് കേട്ടു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിലും കൂടിയാണ് പുള്ളിക്കാരത്തിയുടെ വീട്ടിലെ പുള്ളിക്കാരത്തിയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറുപയർ പായസം വെച്ചപ്പോൾ കുറച്ച് പായസം എടുത്തിട്ട് ഒരു ബോട്ടിൽ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാക്കിയിട്ട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നും പറഞ്ഞിട്ടാണ്. അതിന്റെ വീഡിയോ ഒക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഒക്കെ ഇട്ട് ഇവർ പണ്ടേ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ എന്ത് ചെയ്താലും ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ ഇടും. വീഡിയോ ഇട്ട് 10 പേരെ അറിയിച്ചിട്ട് അതിൽ നന്നായിട്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്ന ആളുകൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അതൊക്കെയാണെന്ന് തോന്നുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ മിണ്ടാണ്ടങ്ങ് പോയാൽ പോരെ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി പായസവും കൊണ്ട് പോകുന്നതിന്റെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്. പെരുമഴയത്ത് ചിരിച്ച് കളിച്ച് എന്താണെന്നറിയില്ല. നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതൊരു ഭക്തിയാണ്. ക്ഷേത്രത്തിൽ പോകുന്നത് നമ്മുടെ ഭക്തിയുടെ ഭാവമായിട്ടാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിൽ പോകുമ്പോൾ വളരെ ഭവ്യതയോടുകൂടി, വളരെ വളരെ ശാന്തമായ രീതിയിൽ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് അട്ടഹസിച്ചുകൊണ്ടൊന്നും നമ്മൾ ആരും പോകാറില്ല. അതുമാത്രമല്ല, വീട്ടിൽ നിന്നും പായസം വെച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുക എന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ അടുക്കളയിലെന്ന് പറഞ്ഞാൽ നോൺ വെജ് ഒക്കെ വേവിക്കുന്നതാണ്. അതുമാത്രമല്ല, നമ്മളൊക്കെ എപ്പോഴും എല്ലാ സമയങ്ങളിലും നമ്മൾ അടുക്കളയിൽ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ അശുദ്ധമാവുന്ന സാഹചര്യത്തിലും ഒക്കെ അടുക്കള വരും. അപ്പോൾ നമ്മൾ അടുക്കളയിൽ വേവിക്കുന്ന ഒരു സാധനവും ഒരു ക്ഷേത്രത്തിൽ നമ്മൾ കൊണ്ടുപോകാറില്ല. ഗുരുവായൂർ എന്ന് മാത്രമല്ല, ഒരൊറ്റ ക്ഷേത്രത്തിൽ നമ്മൾ കൊണ്ടുപോകാറില്ല. വീട്ടിനകത്ത് വെക്കുന്ന ഭക്ഷണമല്ല നമ്മൾ കൊടുക്കുന്നത്. ശരിക്കും നമ്മളൊരു പൊങ്കാല ഇടുകയാണെങ്കിൽ പോലും വീട്ടിൽ ചിലപ്പോഴൊക്കെ നമ്മൾ മാസ പൊങ്കാല ഇടാറുണ്ട്. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ആളുകൾ വീട്ടിൽ ആദിത്യ പൊങ്കാല, വീട്ടിൽ വെള്ളിയാഴ്ച ദേവിക്ക് പൊങ്കാല, അങ്ങനെയൊക്കെ പൊങ്കാലകളൊക്കെ വീട്ടിൽ ഇടാറുണ്ട്. പക്ഷെ അങ്ങനെ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് വ്രതാനുഷ്ഠാനത്തോടു കൂടി സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു സമയത്ത് മുറ്റത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പൊങ്കാല ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേക പാത്രം, അതുപോലെ തവിയാണെങ്കിൽ അങ്ങനെ, അതുപോലെ കൊതുമ്പ് ഉപയോഗിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. പിന്നെ ആ ഒരു പൊങ്കാല ഇടുന്ന ആ ഒരു കല്ല് വെക്കുന്ന ആ തറ തലേ ദിവസമേ ഇങ്ങനെ ചാണകം വെച്ചിട്ട് തളിച്ച് ഉണക്കിയിട്ടിരിക്കും. അവിടെയാണ് നമ്മൾ കല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ പൊങ്കാല ഇടാനായിട്ട് വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഇലയിൽ അതുപോലെ പടുക്കാന്ന് പറയും, പടുക്കയിടും. അതിനൊക്കെ ശേഷം ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് നമ്മൾ പൊങ്കാലയിട്ട് അത്രയും ഭക്തിയോട് കൂടിയാണ് നമ്മൾ നേദിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇവർ അടുക്കളയിൽ വെച്ച ചെറുപയർ പായസം കൊണ്ട് പോവുകയാണ്. ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുമോ? അതും ഗുരുവായൂർ ക്ഷേത്രത്തിൽ. പ്രത്യേകിച്ച് അവിടെ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്നുള്ളത് വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഈ കൊണ്ടുപോയ സ്ത്രീക്കാണെങ്കിൽ കോടതിയുടെ വക ശാസനവും ഉണ്ട്, ആ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട്. ഇവർ കാരണം റീൽസ് സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് ഇവർ ഭയങ്കരമായിട്ട് വിവാദം നായിക തന്നെ ആയിരുന്നു. എന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവരുടെ അനക്കമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആരും ചർച്ച ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും തന്നെ പറ്റി ചർച്ച ചെയ്യണം, താൻ ഇവിടെ ഉണ്ട് എന്ന് മറ്റുള്ളവർ കൂടി അറിയണം എന്നൊക്കെയുള്ള രീതി കൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇത്രയധികം ധൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ ഒരു മുസ്ലിം യുവതി അവരുടെ വീടിനകത്ത് വെച്ച പായസം ആരെയും ഒരു കൂസലും ഇല്ലാണ്ട് അത് കൊണ്ടുവന്ന് ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ, ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ട് പോലും അതിന് പട്ടിയുടെ വില പോലും കൊടുക്കാതെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നേരെ മറിച്ച് മറ്റാരും ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് ധൈര്യപ്പെടുന്നില്ല. ഈ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. നേരത്തെയും ഇവർ ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും ഇവരത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ആരെയും ഒരു ഭയമില്ല. എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല. ഇവർക്കൊരു സഹോദരൻ എന്ന് പറയപ്പെടുന്ന ഒരു യുവാവുണ്ട് ഇവരെ കൂടെ എല്ലാത്തിനും. ആ ഒരു പുള്ളിക്കാരൻ്റെ മാതാപിതാക്കൾ ഒരാൾ മുസ്ലിം, ഒരാൾ ഹിന്ദു ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അമ്പലങ്ങളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ 16,000 കുറിയൊക്കെ ഇട്ടിങ്ങനെ അമ്പലങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് അയാളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. അയാളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പോകണു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അയാളുടെ കൂടെ കൂട്ടുപിടിച്ച് ഈ സ്ത്രീയും പോകുന്നു.
അപ്പൊ ഇവിടെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, RSS ഭീകരത, എന്താണ് ഹൈന്ദവ തീവ്രവാദികളായിട്ടുള്ള RSSകാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ പണ്ട് കാലത്തൊക്കെ ഈ RSS എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര സംഭവമായിട്ടൊക്കെ ഭയങ്കര പേടിക്കുന്ന ഒരു ഇതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ശരിക്കും അവരെല്ലാവരും പൊഴിഞ്ഞു പോയ സിംഹങ്ങൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ ശാന്തിയുടെ പാതയിലേക്കാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇവരൊന്നും ഇങ്ങനെയൊന്നും കാണിക്കത്തില്ലായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭരണത്തിൽ വന്നതിന് ശേഷമാണ് ഇവർക്കൊക്കെ ഒരിത്തിരി ഒതുക്കമൊക്കെ ഉണ്ടായിരുന്നത്. നേരത്തെയൊക്കെ നമ്മൾ ഇങ്ങനെ ഈ ഒരു BJP പ്രവർത്തകർ അല്ലെങ്കിൽ RSSകാരെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് വടിവാളും കൊടുവാളും അതുപോലെ തന്നെ ഇവരുടെ എന്താണ് ശാഖയിലെ ദണ്ടൊക്കെയായിരുന്നു പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനൊന്നുമല്ല. ഇപ്പം അവരൊക്കെ നല്ല കുട്ടികളായിട്ടുണ്ട്. നല്ല ഒരു നേതാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരൊക്കെ നല്ല കുട്ടികളായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത്. പക്ഷേ എന്നാൽ പോലും ആരെയും ദേഹോപദ്രവം ഏൽപ്പിച്ചില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റുള്ള ആളുകൾ അവരൊന്നും ഇപ്പോൾ കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും അവർക്കതൊന്നും ഒരു വിഷയമില്ല, അവരാരും അത് മൈൻഡ് ചെയ്യില്ല. പക്ഷേ എന്നാലും ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന BJP പ്രവർത്തകരെങ്കിലും ബഹളം പ്രശ്നമൊന്നും പോവണ്ട. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് അതിനെതിരെ എതിർക്കുകയെങ്കിലും ചെയ്യണം. അത് ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ കയറി പറ്റിക്കൊണ്ടേയിരിക്കും എന്ന് കരുതി അടിക്കും വഴക്കിനും പോകണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിയമപരമായിട്ട് നേരിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റുകളൊക്കെ അനുവദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഒരു വ്യക്തി ഇതുപോലെ ചെറുപയർ പായസവും കൊണ്ടുവരുന്നു, നാളെ വേറൊരു വ്യക്തി വീട്ടിൽ നിന്ന് വരും അടപ്രഥമനും കൊണ്ടുവരും, പിന്നെ മറ്റന്നാൾ വേറൊരു വ്യക്തി അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. എന്തിനാണ് ഇതിനുള്ള അവസരം ഉണ്ടാക്കുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരുടെയും കാര്യമൊന്നും അല്ല കേട്ടോ പറയുന്നത്. അവരൊക്കെ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്കൊക്കെ വേണ്ട പരിഗണനയും സ്നേഹവും ആദരവും ഒക്കെ നമ്മൾ കൊടുക്കണം. തിരിച്ചും അതുപോലെ തന്നെ കിട്ടണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആദരവ് സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്താൽ മാത്രം പോരാ, തിരികെയും കിട്ടണം. അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല, കൊടുക്കാതിരിക്കുന്നതും ശരിയല്ല. അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ചില സ്ത്രീകളെ, എല്ലാവരെയും ഒന്നും പറയുന്നില്ല, ചില സ്ത്രീകളെ കൊണ്ട് മാത്രമാണ് ഹൈന്ദവർക്ക് ശല്യമുള്ളത്. ഇതുപോലെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഇടിച്ച് കയറുക, പറഞ്ഞാൽ പോലും കൈ കൊണ്ട് പിടിച്ചു മാറ്റിയാൽ പോലും പോവാതെ ഉടുമ്പ് പിടിച്ച കണക്ക് കയറി വരിക, വീണ്ടും വീണ്ടും ഒരു ഉടുപ്പില്ലാതെ പല്ലും വെളിയിലിട്ടുകൊണ്ട് വന്ന് നിൽക്കുക. ഇതൊക്കെ ചെയ്യുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തന്നെയാണ്. എന്നാൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഒരൊറ്റ മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. എന്നാൽ ഈ പറയുന്ന വ്യക്തികൾക്ക് മതം മാറി ഹിന്ദുവിലേക്ക് വരാൻ പറഞ്ഞാൽ അവരത് കേൾക്കത്തുമില്ല. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ശരിക്കും ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെയുള്ള ആരെങ്കിലും ഇവരെ ഒന്ന് തല്ലിക്കഴിഞ്ഞാൽ അത് പിന്നെ വലിയ വർഗീയ ലഹളകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അവരവരുടെ കാര്യം നോക്കി അവരവർക്ക് വീട്ടിലിരുന്നാൽ വല്ല പ്രശ്നമുണ്ടോ? ശരിക്കും ഇവർക്ക് ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൂടാന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഇവർക്ക് അറിയാം. കാരണം ഇവർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉള്ളതോ കള്ളോന്നൊന്നും അറിയില്ല, 11 വർഷമായിട്ട് കണ്ണനെ വരയ്ക്കുന്നു, 11 വർഷമായിട്ട് ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, എനിക്ക് ഗുരുവായൂരത്തെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുന്ന ഇവർ തന്നെയാണ് ഇപ്പോൾ ഇതേ ഇങ്ങനെ കാണിക്കുന്നത്. വീട്ടിനകത്ത് നിന്ന് വെച്ചിട്ട് ഭക്ഷണം കൊണ്ടുവന്ന് നമ്മുടെ ഹൈന്ദവ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്ത് വിട്ടിത്തരമാണത്? എന്ത് അഹങ്കാരമാണ് ഈ കാണിക്കുന്നത്? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നല്ല ഒരു ക്ഷേത്രങ്ങളിലും ആരുടെ വീട്ടിൽ നിന്നും ഫുഡൊന്നും കൊണ്ട് കൊടുക്കാറില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഏത് ക്ഷേത്രത്തിലാണെങ്കിലും അവിടെ നമ്പൂതിരിമാര് അവിടെ തന്നെ കുക്ക് ചെയ്ത സാധനമാണ് അവിടെ ഭഗവാന് കൊടുക്കുന്നത്. കുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണെങ്കിൽ കൂടുതലും പാൽപ്പായസമാണ്. പ്രത്യേകിച്ചും ഗുരുവായൂർ ഉണ്ണിക്കണ്ണന് പാൽപ്പായസത്തിന്റെ ആളാണ്. പാൽപ്പായസം, കദളിപ്പഴം, ഇതൊക്കെയാണ് കണ്ണന് മുഖ്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ശർക്കര പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കുഞ്ഞി കണ്ണനാണ്, കൈയും വീശി പോകരുത് എന്നൊക്കെ പറയുന്നത് വീട്ടിൽ വെക്കുന്ന പായസമോ ചിക്കനോ മട്ടനോ കൊണ്ട് കൊടുക്കാനല്ല. നമ്മൾ പോകുമ്പോൾ കുറച്ച് എണ്ണ, തിരി, ഹാരം, പുഷ്പങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. നമ്മൾ ഈ കൊണ്ടുപോകുന്ന ഹാരമാണെങ്കിൽ പോലും ഗുരുവായൂർ കണ്ണന് ചാർത്താനൊന്നും പോകുന്നില്ല. കാരണം ഓരോ ദിവസവും 10,000-കണക്കിന് ആളുകൾ കൊണ്ടുവരുന്നതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ആ ഒരു ശ്രീകോവിലിനകത്ത് എങ്ങനെ ചാർത്തി കൊടുക്കാനാണ്? അതൊക്കെ ലേലം പോവുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ഹാരമൊക്കെ അവർ അവിടെ എടുത്ത് ചാർത്താറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയധികം ആളുകൾ കൊണ്ടു ചെല്ലുന്നില്ലെന്നല്ലോ, ഇത്രയധികം ആളുകളില്ലല്ലോ കൊണ്ടു ചെല്ലാനായിട്ട്. അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ചാർത്താനായിട്ട് സാധിക്കും. അത് തന്നെ നമ്മൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ ശ്രീകോവിലിനകത്ത് നിന്നും തീർത്ഥം തളിച്ചിട്ടാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന പൂവായാലും അതുപോലെ മാലയായാലും എല്ലാം തീർത്ഥം തളിച്ചിട്ട്, ഇപ്പോൾ ഉടയാടകൾ അതായത് വസ്ത്രങ്ങളാണെങ്കിൽ പോലും അത് തീർത്ഥം തളിച്ച് ശുദ്ധമാക്കിയതിന് ശേഷമാണ് അകത്തേക്ക് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് വീട്ടിൽ വെച്ച അവരുടെ അടുക്കളയിൽ വെച്ച പായസം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ കണ്ണൻ കോയയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ എന്തായാലും ദയവേത് നമ്മുടെ കണ്ണനെ നിങ്ങൾ കോയയോ മൊല്ലാക്കയോ ഒന്നും ആക്കാതിരിക്കുക. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിത്തിരി സമാധാനം കൊടുക്കുക. വെറുതെ കണ്ണന്റെ പേരിൽ എന്തിനാണ് കൂടെ ഇങ്ങനെ ഒരു കിംവദന്തികൾ ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇത്രയും പറയാനുള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.